കസിൻ ഹഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കാരക്ക ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഈത്തപ്പഴം കിട്ടിയപ്പോൾ പകുതി ഞങ്ങൾ അച്ചാറിട്ട് ബാക്കിയുള്ളത് കാരക്കയാക്കി. അപ്പോൾ 2 കൊല ഈത്തപ്പഴമാണ് അതുപോലെ കൊണ്ടുവന്നത്. യെല്ലോ ഉണ്ടായിരുന്നു, റെഡും ഉണ്ടായിരുന്നു. ഇത് നമുക്കിനി ഇത് എല്ലാം വേർതിരിച്ച് എടുത്തിട്ട് വേണം, നല്ലോണം കഴുകിയിട്ട് വേണം ഇത് കാരക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല മൂത്ത ഈത്തപ്പഴമാണ്. ഇതപ്പോൾ പകുതി ഞങ്ങൾ അച്ചാറും ഉണ്ടാക്കി പകുതി കാരക്കാക്കിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് എല്ലാം അതിൻ്റെ തണ്ടുമെന്നൊക്കെ മാറ്റിയിട്ട് ഇത് നല്ലോണം ഇനി കഴുകിയെടുക്കണം. എന്നുവെച്ചാൽ നല്ലോണം പൊടിയൊക്കെ ഉണ്ടാവും ഇതും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് കഴുകിയെടുക്കുന്നത്. ഈത്തപ്പഴം തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ശരീരത്തിന്. അപ്പോൾ ഈ കാരക്കായിട്ട് അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. നല്ലോണം മൂത്ത് പാകമായിട്ടുള്ള ഈത്തപ്പഴം പുഴുങ്ങിയിട്ട് ഉണക്കിയെടുത്ത് സൂക്ഷിക്കുമ്പോഴാണ് അത് കാരക്കാവുന്നത്. അപ്പോൾ ഞാൻ യെല്ലോയും റെഡും നല്ലോണം തന്നെ കഴുകിയെടുക്കുന്നുണ്ട്. ഈത്തപ്പഴത്തിൽ നിന്നും കാരക്കനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് കേട്ടോ. ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് നല്ലോണം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ അത് കാരക്കായി മാറുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ നമ്മളെ രക്തത്തിലെ HB ലെവൽ കൂടുകയും രക്തത്തിലേക്ക് ഓക്സിജൻ്റെ അളവ് നല്ലോണം വർദ്ധിക്കുകയും ചെയ്യും. പാലിൽ കാരക്ക കുതിർത്തിയിട്ട് കഴിക്കുന്നത് നമ്മളുടെ ഒരു ദിവസം മുഴുവനുള്ള എനർജി നിലനിർത്താനായിട്ട് സഹായിക്കും. ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ വളരെ ഉത്തമമായ ഇതാണ് കാരക്ക. ഇത് നമ്മളെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവിനെ കുറയ്ക്കുക മാത്രമല്ല രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും കൂടി ചെയ്യുന്നു. ഈത്തപ്പഴം മുഴുവനായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനും നമ്മൾ കാരക്ക ആക്കണില്ല, പകുതി അച്ചാറും പകുതി കാരക്കയാണ് ആക്കണത്. അപ്പോൾ ഇത് പുഴുങ്ങിയെടുക്കാൻ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വെച്ച കാരക്ക ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ വേവുന്ന വേവ് മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാരക്കാക്കി എടുക്കുമ്പോഴും ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ നല്ലോണം തിളച്ച വെള്ളത്തിലേക്കാണ് ഈ ഈത്തപ്പഴം കഴുകിയത് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാ ഈത്തപ്പഴവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒരു ഒറ്റ തിള വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലെ നല്ല തിള ഒരു ഒറ്റ തിളായിട്ട് തന്നെ വന്നാൽ മതി. അപ്പോൾ നല്ലോണം തിളച്ച് വന്നപ്പോൾ ഇത് ഞങ്ങൾ അതിന് കോരിയെടുക്കുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ കോരിയെടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ അത് വീണ്ടും കിടന്നിട്ട് ഈത്തപ്പഴം വെന്ത് പോവും. പുഴുങ്ങിയെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ ആവാൻ പാടുള്ളൂ. ഇപ്പോൾ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഞങ്ങളത് ഉണക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ ഇട്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കാറ്റത്ത് കടലാസ് പറന്ന് കൊണ്ടിരിക്കാൻ വേണ്ടി ചെയറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഗൾഫിലത്തെ ചൂടിന് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യുമല്ലോ. ഇപ്പോൾ ഇതൊരു 5ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഈ ഒരു പരുവത്തിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങി വന്നപ്പോൾ നമ്മൾ 2 കളറിലുള്ളതാണ് ഇട്ട് കൊടുത്തെങ്കിലും കാണുമ്പോൾ വ്യത്യാസമൊന്നുമില്ല. ഇത് നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് പ്രസ് ആവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉണക്കം മതിയായിട്ടില്ല എന്നാണ്. ഇത് നല്ലോണം ഹാർഡാവുമ്പോഴാണ് ഇതിൻ്റെ ആ ഉണക്കം കറക്റ്റ് ആവുന്നത്. ഇപ്പോൾ ഒരു 9ാമത്തെ ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം ഇത് ഹാർഡായി വന്നിട്ടുണ്ട്. നല്ലോണം ഉണങ്ങിയാൽ മാത്രമേ ഇത് കുറേ നാൾ കേടാവാതിരിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ കാരക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് സൂക്ഷിക്കാം. ഗൾഫിലുള്ളവർ ഇതുപോലെ ഈത്തപ്പഴമൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഒന്ന് കാരക്കാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണേ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സാധനം കൂടിയല്ലേ. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം കൂടിയാണല്ലോ. കാരക്ക ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.